ഇതാ പെറ്റ് ലവിന്റെ പ്രത്യേകത. സ്നേഹം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ, വ്യവസ്ഥയില്ലാത്ത സ്നേഹം. അതുകൊണ്ടാണ് പൗലോസ് ലേഖനം എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും. സത്യം പറഞ്ഞ അങ്ങനെയല്ല, അത്രയൊന്നും വലിയ കട്ടിയൊന്നും ഇല്ല കേട്ടോ. മലയാളത്തിൽ ഇത്രയേ ഉള്ളൂ, ടു ഒബേ യുവർ ഹസ്ബൻഡ്സ്. നിങ്ങളുടെ ഭർത്താക്കന്മാരെ എന്ത് ചെയ്യണം? അനുസരിക്കണം. സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ? സ്ത്രീ എന്ന് വെച്ചാൽ എന്താ? സ്ത്രീകളെന്ന് പറഞ്ഞേ, സ്ത്രീ എന്ന വാക്കിന്റെ അർത്ഥം ലേഡി എന്ന വാക്കല്ല ഞാൻ ചോദിച്ചത്, സ്ത്രീ. What do you mean by the term സ്ത്രീ? സത്യം ത്രായതേ ഇത് അവൾ താൻ സ്ത്രീ. പറയുമ്പോ ഇനി പറയാൻ ബാക്കി പറയണം. സത്യം ത്രായതേ ഇത് അവൾ താൻ സ്ത്രീ. One who says and upholds truth, അവളാണ് സ്ത്രീ. എന്താ പറഞ്ഞത്? സത്യം പറയുന്നവളും സത്യത്തെ ഉയർത്തിപ്പിടിക്കുന്നവളും അവളാണ് സ്ത്രീ. അതായത് തരണമന്ത്രം പറയുന്നവൾ ആരല്ലെന്ന്? സ്ത്രീ അല്ല. അതല്ലെന്ന്, സ്ത്രീ അല്ലെന്ന്. അപ്പൊ പുരുഷനാരാ? പുരോഭാഗത്ത് ഗമിക്കുന്നവൻ പുരുഷൻ എന്ന് വെച്ചാൽ, പുരോഭാഗം എന്ന് വെച്ചാൽ മുൻഭാഗം. അപ്പൊ പുരുഷൻ എവിടെ നടക്കണം? മുമ്പിൽ. സ്ത്രീ എവിടെ നടക്കണം? പുറകിൽ. എന്നാൽ ഒത്തിരി പുറകിലല്ല, പിന്നെ കൂടെ കൂടെ. പുരുഷൻ മുമ്പിലും സ്ത്രീ പുറകിലും. സ്ത്രീ മുമ്പിലും പുരുഷൻ പുറകിലും ആയാൽ, അതായത് മുമ്പ് പറഞ്ഞത്, അവരാണ് മാപ്പിള. കുടുംബം നന്നാകത്തില്ല. കാരണം 5 തരത്തിലുള്ള സ്ത്രീകൾ ലോകത്തിൽ ജീവിച്ചു കഴിഞ്ഞാൽ കുടുംബത്തിലുണ്ടായ കുടുംബ പോക്കാന്നാ പറയുന്നത് നീതിസാരം. 5 തരത്തിലുള്ള സ്ത്രീകൾ. അത് ഏതൊക്കെയാന്ന് പറഞ്ഞ് നിങ്ങളെ ഒന്നും ഞാൻ പ്രകോപിപ്പിക്കുന്നില്ല. എങ്കിലും വിവാദശീല, സ്വയം അർത്ഥചോരുണി, പരാനുപൂജ എന്ന് തുടങ്ങി എനിക്ക് ഓർമ്മയില്ല. 5 തരത്തിലുള്ള സ്ത്രീകൾ. വിവാദശീല എന്ന് വെച്ചാൽ എന്താ? ഓൾവേസ് ക്രിയേറ്റിംഗ് ട്രബിൾസ്. അങ്ങോട്ടും സുഖിക്കത്തില്ല, ഇങ്ങോട്ടും സുഖിക്കത്തില്ല. അമ്മായിമ്മ ചിരിച്ചാൽ കുഴപ്പം, അമ്മായിമ്മ ചിരിച്ചില്ലേ കുഴപ്പം, അമ്മായിമ്മ തുപ്പിയാ കുഴപ്പം, തുപ്പി ഇല്ലേ കുഴപ്പം. എല്ലാത്തിനും പ്രശ്നം ഉണ്ടാക്കുന്നവൾ കുടുംബത്തിന് എന്തല്ല? നല്ലതല്ല. 2 പരാനുപൂജ എന്ന് വെച്ചാൽ ഭർത്താവ് ഉണ്ടെങ്കിൽ മനസ്സിൽ ആരെ കൊണ്ടിരിക്കുക? ആരാണ്ടനെ കൊണ്ടിരിക്കുക. 3 സ്വയം അർത്ഥചോരുണി. അർത്ഥം എന്ന് വെച്ചാൽ ദിനാർ, കേടി. സ്വയം അർത്ഥചോരുണി, സ്വന്തം ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്നും അടിച്ചു മാറ്റുന്നവൾ, അവൾ കുടുംബത്തിന് കൊള്ളാവുന്നതല്ല. അത് കഴിഞ്ഞിട്ട് അങ്ങനെയൊക്കെയുള്ള 5 കാര്യങ്ങളുണ്ട്. പോട്ടെ, ഞാനതെല്ലാം ഓർമ്മ വെക്കുന്നില്ല. അതുകൊണ്ട് സ്ത്രീകൾ എന്ത് ചെയ്യണം? ഭർത്താക്കന്മാരെ എന്ത് ചെയ്യണം? അനുസരിക്കണം. ഒബേ യുവർ ഹസ്ബൻഡ്സ്. തൊട്ടു താഴെ സെന്റ് പോൾ പറയുന്നുണ്ട്, ഭർത്താക്കന്മാരെ നിങ്ങളുടെ ഭാര്യമാരെ സകലത്തിലും നിങ്ങൾ സ്നേഹിക്കണം. അതെങ്ങനെ സ്നേഹിക്കേണ്ടെന്നു എന്ന് പറയുന്നുണ്ട്. എങ്ങനെ സ്നേഹിക്കണം? യേശു ക്രിസ്തു തന്റെ സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കണം. ഞാൻ നിങ്ങളോട് ഒരു ടിപ്പ് പറയാം. ഭർത്താവിനെ അനുസരിക്കാമോ, നിങ്ങളുടെ കുടുംബം നന്നാകും. ഭാര്യയെ സ്നേഹിക്കാമോ, നിങ്ങളുടെ കുടുംബം നന്നാകും. അനുസരിക്കാത്തവളെ സ്നേഹിക്കാൻ ഒരു ഭർത്താവും ഒരു പുരുഷനും തയ്യാറാകില്ല. സ്നേഹിക്കാത്തവനെ അനുസരിക്കാൻ ഒരു ഭാര്യയും തയ്യാറാവോ? ഇല്ല. ഈ സ്ത്രീകൾക്ക് ആകെ ആവശ്യമുള്ളത് എന്തെന്നറിയാമോ? ഒറ്റ കാര്യമുള്ളൂ. എന്ത് വേണം? പറ. ലിൻഡു സൂപ്പർ മാർക്കറ്റിൽ എന്ത് വേണം? അതൊക്കെ വേണം വെച്ചാ. പക്ഷെ ഞങ്ങൾക്ക് ആകെ വേണ്ട എന്താണ്? ഞങ്ങളുടെ ഭർത്താവ് വേറെ ആരെയും ഓരോരുത്തരെയും സ്നേഹിക്കാൻ പോകരുത്. ഒരാളെ സ്നേഹിക്കരുത്. അല്ലാതെ നമ്മുടെ ആവശ്യം നല്ല ഡിമാൻഡാ, തെറ്റൊന്നും ഞാൻ പറയില്ല, നല്ല ഡിമാൻഡാ. അല്ലാതെ വഴിയെ പോകുന്ന എല്ലാവരെയും സ്നേഹിച്ചിട്ട് ബാക്കി പകുതി സ്നേഹം നമുക്ക് നടത്തും പോരാ. പിന്നെ ഭർത്താക്കന്മാരുടെ ആഗ്രഹം എന്ന് അറിയാമോ? ഈ ലോകത്തുള്ള സകല പുരുഷന്മാരുടെ ആഗ്രഹമേ ഉള്ളൂ, ഭാര്യമാരെന്ത് ചെയ്യണം? ഞങ്ങളെ അനുസരിക്കണം. അതെല്ലാവരുടെ ആഗ്രഹം. ഒരു കാര്യം പറഞ്ഞാൽ ബാക്ക് ബൈറ്റ് പറയരുത്. പല കുടുംബങ്ങളുടെയും പ്രശ്നം എന്ന് അറിയാമോ? ഭർത്താവ് പറഞ്ഞത് പൊട്ടത്തരമാണെങ്കിലും കേട്ടോണോന്നേ. ആദ്യം കേട്ടിട്ട് കുറച്ച് കഴിയുമ്പോൾ സ്നേഹത്തോടെ തിരിച്ചു പറഞ്ഞാൽ അങ്ങനെ തന്നെ ചെയ്യും, മാറും. കാരണം ഭർത്താവ് ചിന്തിക്കുന്നത് തല കൊണ്ടാണ്, പുരുഷന്മാർ ചിന്തിക്കുന്നത് തല കൊണ്ടാണ്, സ്ത്രീ ചിന്തിക്കുന്നത് ഹൃദയം കൊണ്ടാണ്. ഇമോഷൻ വരുന്നത് എവിടുന്ന? തലേന്നാണ്. അല്ല, ഇമോഷൻ ഒരിക്കലും തലേന്നല്ല വരുന്നത്, പിന്നെ എവിടുന്ന? ഹൃദയത്തിൽ നിന്നും. അപ്പൊ പുരുഷന്മാർ എപ്പോഴും ചിന്തിക്കുന്നത് തലച്ചോറ് കൊണ്ടാണ്, സ്ത്രീ ചിന്തിക്കുന്നതോ ഹൃദയം കൊണ്ട്. അപ്പൊ സ്ത്രീകൾ പറയണം, അപ്പച്ചനോട് ഇത്രയൊന്നും കയർത്ത് സംസാരിക്കരുത്.
കാരണം എന്താ? ഇത് അപ്പച്ചനാണ്. അമ്മച്ചിയോട് ഇങ്ങനെയല്ല ചെയ്യണ്ടേ നമ്മൾ പറയണം. സ്ത്രീകൾ പറഞ്ഞു കൊടുത്താൽ ഭർത്താവ് എന്ത് ചെയ്യും? കേട്ടോളും. അതല്ലാതെ വൈകിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേന് ഗ്യാസ് കുറ്റിക്കകത്തുള്ളതെല്ലാം കൂടി ഇങ്ങോട്ട് അടിച്ചു കയറ്റി കേട്ടോ നിങ്ങൾക്ക് എന്നെ കെട്ടിയാൽ മതിയല്ലോ എന്ന് പറയുമ്പോൾ അവനെ സ്നേഹിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് പുരുഷൻ ഭാര്യയെ സ്നേഹിക്കണം, ഭാര്യ ഭർത്താവിനെ ആദരിക്കണം, റെസ്പെക്ട് ചെയ്യണം. റെസ്പെക്ട് എന്ന വാക്കിന്റെ അർത്ഥം എന്താ എന്ന് വെച്ചാൽ റീസ്പെക്ട്, ദാറ്റ് ഈസ് റെസ്പെക്ട് എന്ന് വെച്ചാൽ റീസ്പെക്ട് എന്ന് വെച്ചാൽ എന്താ? റീ എന്ന് വെച്ചാൽ എന്താ? റെസ്പെക്ട്, കണ്ണാടി കാണുക. സോ റെസ്പെക്ട് മീൻസ് ടു സീ അഗെയിൻ, ഒന്നുകൂടൊന്ന് കാണാൻ, അല്ലേ? ഒന്നുകൂടൊന്ന് മനസ്സിലാക്കാൻ. ഈ ഒന്നാമത്തെ കാഴ്ച പലപ്പോഴും അപകടമാണ്. ഒന്നുകൂടെ കാണുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ അർത്ഥങ്ങൾ മനസ്സിലാകുന്നത്. സോ ദാറ്റ് ഈസ് റെസ്പെക്ട്. ഓരോ അക്ഷരത്തിനും ഓരോ വാക്കിനും ഒത്തിരി മൂല്യങ്ങളും ഒത്തിരി മീനിങ്സും ഉണ്ട്. റെസ്പെക്ട്. അവിടെ ഭർത്താവ് ഭാര്യ എന്ത് ചെയ്യണം? സ്നേഹിക്കണം. ഭാര്യ ഭർത്താവിനെ ആദരിക്കണം, റെസ്പെക്ട് ചെയ്യണം. ഇതാണ് കുടുംബജീവിതത്തിന്റെ നന്മ. ഇനി ക്രിസ്തു എന്താ കുടുംബത്തെ കുറിച്ച് പറയുന്നേ? ക്രിസ്തു സെന്റ് മാത്യുവിൽ പറയുന്നത്, ക്രിസ്തുവിന്റെ അടുത്ത് യഹൂദന്മാരിൽ നിന്ന് ചോദിച്ചു, പുരുഷന് ഏതു കാരണത്താലും തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാം. പുരുഷന് ഏതു കാരണത്താലും തന്റെ ഭാര്യയെ ഉപേക്ഷിക്കാമോ എന്ന് ചോദിച്ചു. ക്രിസ്തു പറഞ്ഞു, ഏത് കാരണത്താലും ഉപേക്ഷിക്കാൻ ഒക്കില്ല, പക്ഷെ വ്യഭിചാര കുറ്റം കൊണ്ട് എന്ത് ചെയ്യാം? ഉപേക്ഷിക്കാം. അഡൾട്ടറി ആണെങ്കിൽ ഉപേക്ഷിക്കാം. അന്നത്തെ യഹൂദ പാരമ്പര്യത്തിൽ പുരുഷന്മാർക്ക് ഭാര്യമാരെ ഉപേക്ഷിക്കാം, അവര് തെറ്റ് ചെയ്താൽ. പക്ഷെ പുരുഷൻ എത്ര എടുത്ത് പോയാലും ഭാര്യയ്ക്ക് എന്ത് ചെയ്യാനൊക്കില്ല? ഉപേക്ഷിക്കാനൊക്കില്ല. ക്രിസ്തു അതിനെ റീഡിഫൈൻ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, ഏതു കാരണത്താലും ഉപേക്ഷിക്കാൻ ഒക്കില്ല, എക്സെപ്റ്റ് വൺ തിങ്. ഏതില്? അഡൾട്ടറി ആണെങ്കിൽ ഉപേക്ഷിക്കാം. പക്ഷെ ഒരു കാര്യം, പുരുഷന് ഭാര്യയെ ഉപേക്ഷിക്കാൻ ഒക്കുന്നത് പോലെ ഭാര്യയ്ക്ക് ആരെ ഉപേക്ഷിക്കാം? ഭർത്താവിനെയും ഉപേക്ഷിക്കാം. എന്നിട്ട് ക്രിസ്തു പറഞ്ഞു, ഇതൊന്നുമല്ല സ്നേഹം. പിന്നെ എന്താണ് സ്നേഹം? ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യർ വേർപിരിക്കരുത്. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ കൂടുതലൊന്നും വേണ്ട, കൂടുതൽ ഒരു സൈക്കോളജിക്കൽ ക്ലാസ്സും വേണ്ട. ഞങ്ങളെ യോജിപ്പിച്ചത് ദൈവമാണ്, ദൈവത്തിന്റെ പ്രവർത്തനമാണ് ഞങ്ങൾ ഒന്നായി മാറിയത്, ദൈവികമായ തീരുമാനമാണ്. ആ തീരുമാനം ഞങ്ങൾ സ്വീകരിക്കുന്നു. അൺകണ്ടീഷണലി വി അക്സെപ്റ്റ് ദാറ്റ് ഡിസിഷൻ. ആ തീരുമാനത്തിനുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും ആര് നോക്കിക്കോളും? ദൈവം നോക്കിക്കോളും എന്ന ചിന്ത നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബജീവിതം ഭംഗിയാകും. അപ്പൊ 3 വാക്യങ്ങൾ, 3 ഭാഗങ്ങൾ വായിക്കണം. നമ്മളിപ്പോ പറഞ്ഞ 3 കാര്യങ്ങൾ: 1 ജനസിസ് ചാപ്റ്റർ 2, 2 സെന്റ് മാത്യു ചാപ്റ്റർ 19, 3 എഫേഷ്യൻസ് ചാപ്റ്റർ 6. ഈ 3 അധ്യായങ്ങൾ വായിച്ചിട്ട് വേണം കുടുംബജീവിതത്തിലേക്ക് പോകാൻ. രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് ദ സാക്രമെന്റൽ പെർസ്പെക്റ്റീവ്, അല്ലേ? നമ്മുടെ കല്യാണത്തിന് എത്ര മണിക്കൂറുണ്ട്? 2 മണിക്കൂർ. 50 to 60 minutes. 50 മുതൽ 1 hour. ബാക്കി 1/2 മണിക്കൂർ തവളപിടുത്തത്തിന്റെ കാര്യമൊക്കെയാണ്. അത് കല്യാണത്തിന്റെ ഭാഗമല്ല. തവള പിടിക്കത്തില്ലേ? 3-4 ലൈറ്റൊക്കെ വെച്ച് വീഡിയോ തവള. അപ്പൊ അത് കൂദാശ വരുന്നതല്ല. കൂദാശ 1 hour. കൂദാശയ്ക്ക് 2 ഭാഗങ്ങളാണുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം. കാരണം നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് നടക്കുന്നതെന്ന് നമ്മളൊന്ന് മനസ്സിലാക്കണം. അന്നേ ദിവസം നിങ്ങൾക്ക് ഒന്നുമല്ലോ മനസ്സിലായിരുന്നു.